ഹായ് കൂട്ടുകാരെ, മോസ്റ്റ് ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ മാത്സ് വർക്ക്ഷീറ്റാണ്. 20/9/2021 വിക്ടേഴ്സ് ചാനലിലെ കുറച്ച് വർക്ക്ഷീറ്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്യാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. വർക്ക്ഷീറ്റ് വരുന്നത് പേജ് നമ്പർ 32 സ്കൂളിലേക്ക് എന്നുള്ളതാണ്. മലയാളം മീഡിയത്തിൽ നമ്മൾ ഇംഗ്ലീഷ് മീഡിയം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചോദ്യം 1, നിങ്ങളുടെ സ്കൂളിൻ്റെ പ്രവർത്തന സമയമാണ് നമ്മൾ കൊടുക്കാനുള്ളത്. അപ്പോൾ ഓരോരുത്തരുടെ സ്കൂളിൻ്റെ ടൈം നിങ്ങൾ ചേർത്ത് കൊടുക്കുക. 10 മുതൽ 4 മണി വരെ പ്രവർത്തിക്കുന്ന സ്കൂളുകളുണ്ടാവും. 10:30 മുതൽ 4:30 വരെ പ്രവർത്തിക്കുന്ന സ്കൂളുണ്ടാവും. അപ്പോൾ ആ ടൈം നിങ്ങൾ ചേർത്ത് കൊടുക്കുക. 10 മുതൽ 4 മണി വരെ എന്നുള്ളത് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. രണ്ടാമത്തേത് അതിനെ AM ഓർ PM മാറ്റി എഴുതുക എന്നാണ് ക്വസ്റ്റ്യന്. AM PM ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് മനസ്സിലാവാത്തവർക്ക് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം AM എന്താണ് PM എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മൾ 10 മുതൽ ആണെന്നുണ്ടെങ്കിൽ AM ആണ് വരിക. അപ്പോൾ 10 AM മുതൽ 4 മണി വരെ 4:30 വരെ എന്ന് പറയുമ്പോൾ PM ആണ് വരിക. ഉച്ചയ്ക്ക് ശേഷം ആയതുകൊണ്ടാണ് PM വരുന്നത്. അപ്പോൾ 4:30 PM. 10 മുതൽ 4 മണി വരെ എന്ന് പറയുമ്പോൾ 10 AM മുതൽ 4 PM നിന്ന് AM ഓർ PM മാറ്റി എഴുതി കൊടുക്കുക. ഓക്കെ. ഇനി അടുത്തത് 24 മണിക്കൂർ ക്ലോക്കിലാണെങ്കിലോ നമ്മൾ എത്രയായിരിക്കും എഴുതുക? 10 മണിയാണെന്നെങ്കിൽ 24 മണിക്കൂർ ക്ലോക്കിലാണെന്നുണ്ടെങ്കിൽ 24 hours വരുന്നുണ്ട് അല്ലേ? അപ്പോൾ 12 മണി മുതൽ നമ്മൾ ഒന്ന് എന്താക്കി നമ്മൾ എഴുതും? അത് 13 മണിയാക്കി കൊടുക്കും അല്ലേ? 2 14 മണി അങ്ങനെ പോയിട്ട് 10 മണി എന്ന് പറയുമ്പം 22 24 hours ക്ലോക്കിൽ വരുന്നത്. 24 മണിക്കൂർ ക്ലോക്കിൽ 10 നമ്മൾ ക്ലോക്ക് എന്ന് പറയുക? എത്ര ടൈം എന്ന് പറയുക? 22 എന്ന് പറയുക. അപ്പോൾ നമ്മൾ 24 hours ക്ലോക്കിലാണെന്നുണ്ടെങ്കിൽ 22 മുതൽ എത്ര 4 എന്ന് പറയുമ്പോൾ നമ്മൾ 16 അല്ലേ? 4 മണിക്ക് നമ്മൾ 24 hours ക്ലോക്കിൽ സൂചിപ്പിക്കുന്നത് 16 16 അപ്പോൾ നമ്മൾ 16 22 to മുതൽ 16 വരെ എന്ന് നമ്മളവിടെ ചേർത്ത് കൊടുക്കുക. അവിടെ AM PM എഴുതി കൊടുക്കേണ്ട ആവശ്യമില്ല, നമ്മളങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങളുടെ സ്കൂളിൻ്റെ പ്രവർത്തന സമയം ആകെ എത്ര മണിക്കൂറാണെന്നുള്ളതാണ്. അത് 6 മണിക്കൂറാണ്. എല്ലാ സ്കൂളിൻ്റെ ടൈമും 6 മണിക്കൂറാണ്. 10 മുതലാണെങ്കിലും 10:30 മുതലാണെന്നുണ്ടെങ്കിലും 6 മണിക്കൂറേ ഉണ്ടാവുള്ളൂ. നമ്മൾ 6 മണിക്കൂറിന് അവിടെ എഴുതി കൊടുക്കുക. പിന്നത്തെ ക്വസ്റ്റ്യന്, ഉച്ചഭക്ഷണ സമയം, 2 നേരത്തെ ഇടവേളകൾ എന്നിവ ഒഴിവാക്കിയാൽ പഠന സമയം എത്ര എന്നതാണ്. ഉച്ചഭക്ഷണത്തിന് നമ്മൾ 1 hour 1 മണിക്കൂർ നമ്മൾ മൈനസ് ചെയ്ത് കൊടുക്കുക. 2 നേരത്തെ ഇടവേളകൾ 30 മിനിറ്റും 30 മിനിറ്റും, ഉച്ചയ്ക്ക് ശേഷം 30 മിനിറ്റും ഉച്ചയ്ക്ക് മുമ്പ് 30 മിനിറ്റും ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ 1 മണിക്കൂറും 60 മിനിറ്റും നമ്മൾ മൈനസ് ചെയ്യുക. ഏത് 6 മണിക്കൂർ ടോട്ടൽ ഉണ്ടല്ലോ നമ്മൾ സ്കൂൾ പ്രവർത്തിക്കാൻ. ആ 6 മണിക്കൂറിൽ നിന്ന് 1 മണിക്കൂറും 60 മിനിറ്റും നമ്മൾ ഒഴിവാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്ര? 4 മണിക്കൂറും 40 മിനിറ്റുമാണ് നമ്മുടെ സ്കൂളിൻ്റെ ആകെ പ്രവർത്തന ടൈം. 4 മണിക്കൂറും 40 മിനിറ്റുമാണ് പ്രവർത്തന ടൈം. അപ്പോൾ നമ്മളതവിടെ ചേർത്ത് കൊടുക്കുക. പിന്നെ വരുന്നത് ഒരു വട്ടത്തിലെഴുതിയ കണ്ടോ, ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചി ഒരു ദിവസം എത്ര പ്രാവശ്യം കറങ്ങും എന്നതാണ്. അതെങ്ങനെ നമുക്ക് നോക്കുക? മണിക്കൂർ സൂചി ഏത് സൂചിയാണ് അറിയാലോ? ചെറിയ വണ്ണമുള്ള സൂചിയാണ് മണിക്കൂർ സൂചി. ആ മണിക്കൂർ സൂചി 12 മണി മുതൽ കറങ്ങി 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 അടുത്ത 12 മണി വരെ ഒരു കറക്കായി. വീണ്ടും കറങ്ങി 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 അടുത്ത 12 എത്തുമ്പോൾ രണ്ടാമത്തെ കറക്കായി. അങ്ങനല്ലേ ഒരു ദിവസം 24 മണിക്കൂറല്ലേ കൂട്ടുകാരെ? ഒരു ദിവസം എന്ന് പറയുന്നത് 24 മണിക്കൂറാണ്. അപ്പോൾ വണ്ണമുള്ള മണിക്കൂർ സൂചി, വണ്ണമുള്ള ചെറിയ സൂചി മണിക്കൂർ സൂചി ഒരു ദിവസം അഥവാ ഒരു ക്ലോക്കിൽ 2 പ്രാവശ്യമാണ് കറങ്ങുന്നത്. 12 മുതൽ 12 വരെ ഒരു കറക്കം, അടുത്ത 12 മുതൽ അടുത്ത 12 വരെ എത്ര കറക്കം? രണ്ടാമത്തെ കറക്കം. അങ്ങനെ ഒരു ദിവസം 2 പ്രാവശ്യമാണ് അത് കറങ്ങുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ അടുത്തത് ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പേജ് നമ്പർ 32 തന്നെയാണ്, 32 ടു സ്കൂൾ എന്നാണ് വർക്കിൻ്റെ പേര്. യുവർ സ്കൂൾ ടൈം 10 to 4 എഴുതി കൊടുക്കുക. റൈറ്റ് ദിസ് യൂസിങ് AM ആൻഡ് PM. 10 AM to 4 PM. ഓക്കെ. ആൻഡ് യൂസിങ് 24 hours ക്ലോക്ക്. 24 hours 24 മണിക്കൂർ ക്ലോക്കിൽ 22 to 16 അങ്ങനെ ആയിരിക്കും ടൈമിങ് വരിക. ഹൗ മെനി ഹവേഴ്സ് ഈസ് യുവർ സ്കൂൾ ടൈം? എത്ര ടൈം സ്കൂൾ വർക്കിംഗ് ഉണ്ടെന്നാണ്, വർക്കിംഗ് ടൈമാണ് അവിടെ ചോദിക്കുന്നത്. 6 hours ആണ്.
Taking away the 2 intervals and the lunch break, how long is your study time? അല്ലെ, ലഞ്ച് ബ്രേക്കും ഇൻ്റർവെല്ലൊക്കെ കഴിഞ്ഞിട്ട് എത്ര ടൈം നമ്മളെ പഠനം സ്റ്റഡിക്ക് എത്ര ടൈം വരുന്നുണ്ടെന്നാണ്, സ്റ്റഡി ടൈം എത്ര വരുന്നതെന്നാണ് ചോദിക്കുന്നത്. 4 hours 40 മിനിറ്റാണ്. 4 hours 40 മിനിറ്റുമാണ് ടൈം വരുന്നത്. അടുത്തത്, ഇൻ എ ക്ലോക്ക് ഹൗ മെനി റൊട്ടേഷൻസ് ഡസ് ദ ഹവർ ഹാൻഡ് മേക്ക് ഇൻ 1 day? നമ്മളെ സൂചി ഇങ്ങനെ ഒരു ദിവസം കറങ്ങി വരാൻ എത്ര ടൈം എടുക്കും, എത്ര പ്രാവശ്യം ഹവേഴ്സിൻ്റെ സൂചി കറങ്ങുമെന്നാണ് അവിടെ ചോദിക്കുന്നത്. 24 hours ഒരു ഡേ 1 day വരുന്നത്. 12 വരെ ഒരു പ്രാവശ്യം കറങ്ങാം, രണ്ടാമത്തെ റൗണ്ടും 12 വരെ കറങ്ങുന്ന സമയത്താണ് 2 പ്രാവശ്യമാണ് കറങ്ങുന്നത്. 12 വരെ ഒരു പ്രാവശ്യം, അടുത്ത 12 വരെ 2 പ്രാവശ്യം, അങ്ങനെ ഒരു ദിവസം 2 പ്രാവശ്യമാണ് സൂചി കറങ്ങുന്നത്, ഹവേഴ്സിൻ്റെ സൂചി കറങ്ങുന്നത്. അപ്പോൾ എല്ലാവരും വർക്ക് കൃത്യമായിട്ട് എഴുതിയെടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്ത ക്ലാസ്സുമായിട്ട്, അടുത്ത സബ്ജക്റ്റുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.